ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ കടുത്ത നീക്കങ്ങളുമായി സിനിമാ സംഘടനകൾ. ഷൈന് താൽക്കാലിക വിലക്കേർപ്പെടുത്താൻ ഫിലിം ചേംബർ നീക്കം. 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ താരസംഘടനയായ അമ്മയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അതേസമയം ഷൈൻ ടോമിനെതിരായ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ അനുമതി തേടിയിരിക്കുകയാണ് എക്സൈസ്. സഹകരിക്കാൻ താൽപ്പര്യമില്ലെന്ന് വിൻസിയുടെ കുടുംബം ഉദ്യോഗസ്ഥരെ അറിയിച്ചു. നിയമ നടപടികളിലേക്ക് കടക്കില്ലെന്നും വിൻസിയുടെ അച്ഛൻ പറഞ്ഞു. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോയെ തെരയുകയാണ് പോലീസ്. അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് നൽകും. അതേസമയം ഹോട്ടൽ പരിശോധനയ്ക്കിടെ ഷൈന്റെ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ ലഭിച്ചില്ലെന്ന് കൊച്ചി നാർക്കോട്ടിക് SP അബ്ദുൽ സലാം പറഞ്ഞു. ആൾക്കെതിരെ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മറ്റു കോൺട്രാബാൻഡൊന്നും അയാളെ നമുക്ക് കിട്ടിയിട്ടില്ല. മറ്റു നടപടികൾ തുടർ നടപടി മേലുദ്യോഗസ്ഥരായിട്ട് ആലോചിച്ച ശേഷം എടുക്കും. നമ്മളിപ്പോൾ അവിടെ പോയി പിടിക്കുന്ന കാര്യമില്ലല്ലോ. കേസില്ലല്ലോ. നമുക്ക് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിൻസിയെ എന്തെങ്കിലും മൊഴിയെടുക്കുന്ന അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഈ ചാടി പോയത് എന്തിനാന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്താണ്? അതെന്താണെന്ന് നമുക്കറിയില്ല. അയാളെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അതിനായിട്ട് പോയി കണ്ടെത്തണ്ട, നോട്ടീസ് അയച്ച് വരുമ്പോൾ മേലുദ്യോഗസ്ഥരായിട്ട് ആലോചിച്ച് തുടർ നടപടികൾ ശരി. മുറിയിൽ നിന്നും ലഹരിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടെത്തി ഒന്നും കിട്ടിയില്ല. മുറിയൊന്നും കിട്ടിയില്ല. ഷൈൻ ടോം ചാക്കോനെ തേടി പോയതല്ല, വേറൊരു ഡ്രഗ് പടലിൽ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ യാദൃശ്യമായിട്ട് ഷൈൻ ടോം ചാക്കോയുടെ മുറി എടുത്തു മനസ്സിലായപ്പോൾ മുറി പരിശോധിച്ചു. പക്ഷേ പരിശോധനയിൽ കാര്യങ്ങളായിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ചാടി പോയത് മാത്രമാണ് അത് ആണ് ഒരു കാര്യമായിട്ട് നിൽക്കുന്നത്. അതെ.